everyone, welcome to Science Station. പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കൊറോണ വൈറസിന്റെ വരവോടുകൂടി ഈ അധ്യയന വർഷം വളരെ പ്രയാസകരമായിരുന്നു. പാഠഭാഗങ്ങൾ ഒന്നും തന്നെ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് NCERT നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാഠഭാഗങ്ങളിലെയും ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഈ പരീക്ഷയ്ക്ക് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പം അത് മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ എല്ലാവരും പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്. ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഇൻ ഹ്യൂമൻ ബോഡി ഈസ് കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ബൈ ദി നെർവസ് സിസ്റ്റം. This unit deals with the structure and functions of nervous system and the disease affecting the nervous system. വിവിധ തരത്തിലുള്ള സെല്ലുകളുള്ള നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതും നെയർ സെൽസിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസും അതുപോലെ നെർവ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നോക്കാം. സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ. ഫസ്റ്റ് വൺ ഡെൻഡ്രൈറ്റ് ആണ്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ പാർട്സ് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള ന്യൂറോൺസിൽ നിന്നും ഇമ്പൾസിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഡെൻഡ്രോൺ. ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദി സെൽ ബോഡി. സെൽ ബോഡിയിൽ കാണപ്പെടുന്ന ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഡെൻഡ്രൈറ്റിനെ പഠിച്ചായിരുന്നു. ഈ ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്ത് വെച്ച ഇമ്പൾസസ് ഉണ്ടല്ലോ, ആ ഇമ്പൾസസിനെ അവിടെ നിന്നും ക്യാരി ചെയ്ത് സെൽ ബോഡിക്കുള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഡെൻഡ്രോണിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ആക്സോൺ. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ കാണപ്പെടുന്ന ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് ആക്സോൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സെൽ ബോഡിയിൽ റിസീവ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇമ്പൾസസ്. ഈ ഇമ്പൾസിനെ അവിടെ നിന്നും വെളിയിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഡ്യൂട്ടിയാണ് ആക്സോണിൻ്റേത്. നെക്സ്റ്റ് ആക്സോണൈറ്റ്. ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. ആക്സോണിൻ്റെ ബ്രാഞ്ചാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് ആക്സോണൈറ്റ് വഴിയാണ്. നെക്സ്റ്റ് സിനാപ്റ്റിക് നോബ്. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നു. നെക്സ്റ്റ് മൈലിൻ ഷീത്ത്. A lipid containing membrane encircled on the axon. In brain and spinal cord, it is formed of oligodendrocyte. In myelin sheath in the nerves, it is formed of Schwann cells. ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന ലിപ്പിഡ് അടങ്ങിയ മെംബ്രെയിനാണ് മൈലിൻ ഷീത്ത്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന സെല്ലുകൊണ്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള നെർവ്സിൽ ഷ്വാൻ സെൽസ് കൊണ്ടാണ് മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. സെൻസറി നെർവ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് ദി സ്പൈനൽ കോഡ്. സെൻസറി നെർവ്സ് സെൻസറി ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിതമാണ്. ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇമ്പൾസ് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തുന്നത് സെൻസറി നെർവ്സ് വഴിയാണ്. നെക്സ്റ്റ് മോട്ടോർ നെർവ്സ് ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. മോട്ടോർ നെർവ് ഫൈബർ കൊണ്ട് നിർമ്മിതമാണ് മോട്ടോർ നെർവ്സ്. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസിനെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് മോട്ടോർ നെർവ് വഴിയാണ്. നെക്സ്റ്റ് മിക്സഡ് നെർവ് formed of sensory nerve fibers and motor nerve fibers carries impulses to and from the brain and spinal cord. സെൻസറി നെർവ് ഫൈബർ കൊണ്ടും മോട്ടോർ നെർവ് ഫൈബർ കൊണ്ടും നിർമ്മിതമാണ് മിക്സഡ് നെർവ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിനെ എത്തിക്കുകയും അതുപോലെ അവിടെ നിന്ന് തിരിച്ചും ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നവരുമാണ് മിക്സഡ് നെർവ്സ്. ഇനി നമുക്ക് ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും നോക്കാം. ഫസ്റ്റ് പാർട്ട് സെറിബ്രം. The largest part of the brain,
Numerous fissures and folds are seen. The grey-colored outer part of cerebrum is called cortex and the white-colored inner part is called medulla, center of thought, intelligence, memory and imagination. Evokes sensations, controls voluntary movements. ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണിത്. ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നതും സെറിബ്രത്തിൽ തന്നെയാണ്. ഇവിടെ ഗ്രേ കളറിലുള്ള ഔട്ടർ പാർട്ടുണ്ട്, അതിനെ കോർട്ടെക്സ് എന്നും സെറിബ്രത്തിൻ്റെ ഇന്നർ പാർട്ട് വൈറ്റ് കളറിൽ കാണപ്പെടും, ഇതിനെ മെഡുല്ലയം എന്നുമാണ് അറിയപ്പെടുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെയെല്ലാം കേന്ദ്ര ഭാഗമാണ് സെറിബ്രം. നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാകുന്നതും സെറിബ്രത്തിലാണ്. നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ, അതായത് കൈകാലുകളുടെയൊക്കെ ചലനമുണ്ടല്ലോ, നമ്മുടെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് നടക്കുന്ന ചലനങ്ങൾ, ഇവയെല്ലാം നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. നെക്സ്റ്റ്, സെറിബെല്ലം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, seen behind the cerebrum as two flaps. Fissures and grooves are present, coordinate muscular activities and maintains equilibrium of the body. ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിലായിട്ട് രണ്ട് ദളങ്ങളായിട്ടാണ് സെറിബെല്ലം കാണപ്പെടുന്നത്. ഇവിടെയും ചുളിവുകളും ചാലുകളുമൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ മസിൽസിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സെറിബെല്ലമാണ്. പിന്നീട് ബോഡിയുടെ ഇക്വിലിബ്രിയം, അതായത് തുലനാവസ്ഥ നിലനിർത്തുന്നതിനും ഈ സെറിബെല്ലം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ മെഡുല്ല ഒബ്ലോങ്കേറ്റ. The rod-shaped medulla oblongata is seen below the cerebrum, located near the cerebellum. Controls involuntary actions like heartbeat, breathing, etc. സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് റോഡ് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആയ, അതായത് അനൈച്ഛിക ചലനങ്ങളായ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. നെക്സ്റ്റ്, തലാമസ്. Situated below the cerebrum, act as a relay station of impulses to and from the cerebrum, analyze impulses from various parts of the body and sends the important ones to the cerebrum. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള ഇമ്പൾസസിനെ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കേന്ദ്ര ഭാഗമാണ് തലാമസ്. അതായത് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇമ്പൾസിനെ അനലൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. ലാസ്റ്റ് വൺ, ഹൈപ്പോതലാമസ്. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ്, പ്ലേസ് എ മേജർ റോൾ ഇൻ ദി മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ബോഡിയുടെ ഹോമിയോസ്റ്റാസിസ്, അതായത് ആന്തര സമസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇനി നമുക്ക് നെർവസ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസും അവയുടെ സിംറ്റംസും നോക്കാം. ഫസ്റ്റ് വൺ, അൽഷിമേഴ്സ്. ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അതായത് മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന സിംറ്റംസ്. ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും പോലും മറന്നു പോകുക, അതുപോലെ തന്നെ സ്വന്തം റുട്ടീൻ വർക്ക്സ്, അതായത് ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് അൽഷിമേഴ്സ്. സെക്കൻഡ് ഡിസീസാണ് പാർക്കിൻസൺസ്. Loss of body balance, irregular movement of muscles, shivering of the body, profuse salivation, destruction of specialized ganglions in the brain, production of dopamine, a neurotransmitter in the brain get reduced. അതായത് ഇതിൻ്റെ ഫലമായിട്ട്, പാർക്കിൻസൺസിൻ്റെ ഫലമായിട്ട് ബോഡി ബാലൻസ് നഷ്ടപ്പെടും, മസിൽസിൻ്റെ ക്രമരഹിതമായിട്ടുള്ള ചലനം, വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്നും ഉമിനീരൊഴുകുക എന്നിവയാണ് പാർക്കിൻസൺസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് നശിച്ചു പോകുന്നതും അതുപോലെ ഡൊപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുമാണ് ഈ ഡിസീസിൻ്റെ കാരണം. നെക്സ്റ്റ്, എപ്പിലെപ്സി. Epilepsy due to continuous muscular contraction, frothy discharges from the mouth, clenching of the teeth, following with the patient's fall unconscious. Continuous and irregular flow of electric charges in the brain. കണ്ടിന്യൂസ് ആയി മസിലുകളുടെ കൺട്രാക്ഷനും അതുമൂലമുണ്ടാകുന്ന സന്നി വരിക, അതുപോലെ വായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, പിന്നീട് പേഷ്യൻസ് അൺകോൺഷ്യസ് ആയി മാറുന്നതുമാണ് ഇതിൻ്റെ സിംറ്റംസ്. പിന്നെ ബ്രെയിൻസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇറഗുലറായി ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസറും നോക്കാം. ഫസ്റ്റ്, പിക്ക് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. സെറിബ്രം, സെറിബെല്ലം, സെൻട്രൽ കനാൽ ആൻഡ് മിഡിൽ ഒബ്ലോങ്കേറ്റ. ഇതിനകത്ത് ഓഡ് വൺ ഏതാണ്? സെൻട്രൽ കനാലാണ് ഇതിനകത്തെ ഓഡ് വൺ. അതേഴ്സ് ആർ പാർട്സ് ഓഫ് ദി ബ്രെയിൻ. മറ്റുള്ളവയെല്ലാം ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? സെൻട്രൽ കനാലാണ് ഓഡ് വൺ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഡിസീസസ് ഫ്രം ദി സിംറ്റംസ് ഗിവൺ ബിലോ. ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്. അതിൻ്റെ ഓപ്ഷൻസ് എപ്പിലെപ്സി, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, റിമാറ്റിസം. ഇതിനകത്ത് ഏതാണ്? അൽഷിമേഴ്സ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് ലോസ് ഓഫ് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നതും റുട്ടീൻ വർക്ക് ചെയ്യാൻ പോലും ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? അൽഷിമേഴ്സ് ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ കംപ്ലീറ്റ് അപ്രോപ്രിയേറ്റ്ലി. മോട്ടോർ നെർവ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസസിനെ ക്യാരി ചെയ്ത് ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത് മോട്ടോർ നെർവ്സ് ആണ്. ഇനി ആരാണ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്? ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊടുക്കുന്നത് ആരാണ്? അതെ, സെൻസറി നെർവ്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സെൻസറി നെർവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദി ബ്രെയിൻ. സെക്കൻഡ്, ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദി ബ്രെയിൻ. എൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇതാണ്, ഐഡൻറ്റിഫൈ ദ ഡിസീസ് ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അത് എപ്പിലെപ്സി ആണ്. അപ്പോൾ എക്സിൻ്റെ ആൻസർ എപ്പിലെപ്സി. സെക്കൻഡ് എന്ന് പറഞ്ഞത് ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദി ബ്രെയിൻ ആണ്. ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. അപ്പോൾ വൈയുടെ ആൻസർ എന്താണ്? പാർക്കിൻസൺസ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. റൈറ്റ് ദ സിംറ്റംസ് ഓഫ് ദി ഡിസീസ് എഫക്റ്റഡ് വിത്ത് വൈ. അപ്പോൾ വൈയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതായത് പാർക്കിൻസൺസ് ഡിസീസാണ് വൈ. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതിൻ്റെ സിംറ്റംസ് ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദി ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. ഇതൊക്കെയാണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ സിംറ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് റിക്കഗ്നൈസ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ്. എ, ദ പാർട്സ് വിച്ച് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം ദി നിയർ ബൈ ന്യൂറോൺസ്. അഡ്ജസൻറ്റ് ന്യൂറോൺസിൽ നിന്നും ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഏതാണ്? അപ്പോൾ എയുടെ ആൻസർ ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റ് ആണ് അഡ്ജസൻറ്റ് ന്യൂറോൺസിൽ നിന്നും ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ദ പാർട്സ് വിച്ച് ഈസ് കവേർഡ് ബൈ മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് കൊണ്ട് കവേർഡ് ചെയ്ത് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അത് ആക്സോൺ ആണ്. മൈലിൻ ഷീത്ത് കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ ബിയുടെ ആൻസർ ആക്സോൺ. സി, ദ പാർട്സ് ഫ്രം വെയർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ സെക്രീറ്റഡ്. ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സിയുടെ ആൻസർ സിനാപ്റ്റിക് നോബ്. ഡി, ദ സബ്സ്റ്റൻസ് ദാറ്റ് ഫോംഡ് ദ മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് കൊണ്ട് നിർമ്മിച്ചപ്പെട്ടിരിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? അത് ഷ്വാൻ സെൽസ് ആണ്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടാണ്. അപ്പോൾ ഡിയുടെ ആൻസർ എന്താണ്? ഷ്വാൻ സെൽസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് റെക്കഗ്നൈസ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ്. എ, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്സ് ഇൻ ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്സ് ഏതാണെന്ന്? സെറിബെല്ലമാണ് ബ്രെയിനിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്സ്. അപ്പോൾ എയുടെ ആൻസർ സെറിബെല്ലം. ബി, ദ പാർട്സ് വിച്ച് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? മെഡില്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പോൾ ബിയുടെ ആൻസർ മെഡില്ല ഒബ്ലോങ്കേറ്റ. സി, റിലേ സ്റ്റേഷൻസ് ഫോർ ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ റിലേ സ്റ്റേഷൻ ഏത് ഭാഗമാണ്? സി, തലാമസ് ആണ്. അപ്പോൾ സിയുടെ ആൻസർ ഏതാണ്? തലാമസ്. ഇനി ഡി, സെൻറ്റർ വിച്ച് കൺട്രോൾ വോളണ്ടറി ആക്ഷൻസ്. വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? സെറിബ്രമാണ്. അപ്പോൾ ഡിയുടെ ആൻസർ സെറിബ്രം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ നെർവസ് സിസ്റ്റത്തിന്റെയും ബ്രെയിനിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.